കേരളത്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ കയറിയാലോ? നമ്മളിപ്പം വയനാട്ടിലാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോണത്. 2 ആഴ്ചകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും കാണിച്ചത് അദ്ദേഹം ഈ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനിൽ കയറുന്നതായിരുന്നു. ഈ സ്ഥലം വരുന്നത് മേപ്പാടിക്കും മുട്ടിലിനും ഇടയിലായിട്ട് കാരാപ്പുയ ഡാമിലാണ്. നമ്മൾ വയനാട് ചുരം കയറുകയാണ്. ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. വയനാട് വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ പരമാവധി ഒരു 6 മണിക്കൊക്കെ ചുരത്തിലെത്തുന്ന രൂപത്തിൽ യാത്ര സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ക്ലൈമറ്റ്, നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും ചുരത്തിൽ. അവിടെ 4-ാം വളവിൽ നല്ല ചായ കിട്ടും. അവിടെ ഇറങ്ങിയൊരു ചായയൊക്കെ കുടിച്ചു. മഞ്ഞിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: 1, നിങ്ങൾക്ക് ചുരം തിരക്കില്ലാതെ കയറാൻ പറ്റും. 2, നല്ല ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ അനുഭവിക്കാൻ പറ്റും. 3, ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു 9 മണി 10 മണിക്കൊക്കെ തന്നെ അങ്ങനെ ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. വയനാട് ചുരത്തിനെ ഭംഗിയാക്കുന്നതിൽ പ്രധാന പങ്ക് ഇവർക്കാണ് കേട്ടോ. വാനരന്മാർ. ഇവരെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ചുരം കയറുമ്പോൾ. ആളുകൾ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണാനും ഇവർ തമ്മിലുള്ള കളികൾ കാണാനുമൊക്കെ നല്ല രസമാണ്. ഇവിടെ ഒരാൾ മറ്റൊരാൾക്ക് പാനൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം വയനാട് ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ ആസ്വദിക്കാൻ പറ്റും. വയനാട്, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ പോലെയുള്ള ഹൈ റേഞ്ച് മേഖലകളിലേക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഡിസംബർ, ജനുവരി മാസങ്ങളാണ്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മരങ്ങളും ചെടികളുമൊക്കെ പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും കോടമഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. ഇന്നത്തെ യാത്രക്കൊരു ലക്ഷ്യമുണ്ട്. 2024 ജൂലൈ 30 കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ. നമുക്കൊക്കെ അറിയാം, അതിൻ്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. 500-ന് മുകളിൽ ആളുകൾ മരണപ്പെട്ട, ഒരുപാട് പേർക്ക് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട, വീടുകൾ നഷ്ടപ്പെട്ട ആ ഒരു വലിയ ദുരന്തം. അതിനുശേഷം വയനാട്ടിലെ ടൂറിസം മേഖലയൊക്കെ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കാലം അവിടുത്തെ ടൂറിസം മേഖലകളൊക്കെ അടച്ചിട്ടു. അവിടുത്തെ കച്ചവടക്കാരും ആ നാട്ടുകാരുമൊക്കെ ഒരുപാട് പ്രയാസത്തിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് എത്തിയേ മതിയാകും. നമ്മളിപ്പം കാരാപ്പുയ ഡാമിലെത്തി. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഫീസൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ഒരു കുതിര സവാരിയൊക്കെ ഉണ്ട്, 100 രൂപയാണ്. നമ്മളതൊന്നും എടുത്തില്ല. നമ്മളുടെ ലക്ഷ്യം ഇവിടുത്തെ സിപ്പ് ലൈനിൽ കയറുക എന്നുള്ളതായതുകൊണ്ട് നമ്മൾ നേരെ അവിടേക്ക് പോയി. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ കയറാൻ വേണ്ടി തയ്യാറായി. തലയിലെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വന്ന ആ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ സിപ്പ് ലൈനിൽ കയറാൻ വന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി വന്നു പോയതിനു ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യം സിപ്പ് ലൈനിൽ മാത്രം കയറുക എന്നുള്ളതാണ്. 390 രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പിക്ചറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. 1.5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ ഇതിൻ്റെ ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. 390 രൂപയിൽ 1.5 കിലോമീറ്റർ ഒരു ചെറിയ ഓഫ് റോഡൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്നും നമുക്ക് കാരാപ്പുയ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനിയപ്പം സിപ്പ് ലൈനിലൂടെ പോവുകയാണ്. കുളത്തൊക്കെ നല്ല നിലയിൽ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈനിൻ്റെ മുകളിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ആ കാണുന്നതൊക്കെ കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ അനുഭവമാണിത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളൊക്കെ ഇതിൽ കയറാൻ ശ്രമിക്കുക. താഴെ കാണുന്നത് വിശ്രമകേന്ദ്രവും അതുപോലെ തന്നെ ഇവിടുത്തെ ഗാർഡനുമൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ജോലിക്കാരും തൊഴിലാളികളും ഒക്കെ നല്ല രൂപത്തിലാണ് ഇവിടെ പരിചരണമൊക്കെ കേട്ടോ. ഈ ഡാമിനെയും പരിസരങ്ങളെയും ഒക്കെ നല്ല രൂപത്തിൽ പരിചരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ വൃത്തിയും മനോഹരവുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. ഓരോ ദിവസം കഴിയുന്തോറും ടൂറിസ്റ്റുകൾ കൂടിക്കൂടി വരികയാണ് ഇവിടെ. സുൽത്താൻ ബത്തേരി വഴിയാണ് വരുന്നതെങ്കിൽ മുട്ടിലിൽ നിന്നും വലത്തോട്ട് കാരാപ്പുഴ ഡാമിലേക്ക് റോഡുണ്ട്. അതല്ല നിങ്ങൾ കൽപ്പറ്റ മേപ്പാടി വഴിയാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നും കാരാപ്പുഴ ഡാമിലേക്ക് റോഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും വരാം. ഇവിടുത്തെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രൂപത്തിൽ നല്ല മനോഹരമായിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജിയാൻ സിംഗ്, അതുപോലെ തന്നെ സ്പേസ് ടവർ, ഫ്ലൈയിങ് ചെയർ, ട്വിസ്റ്റർ, അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ വന്ന് സന്തോഷത്തിലിരിക്കാൻ പറ്റുന്ന സ്പോട്ടുകളും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തൊരു മനോഹരമായിട്ടാണ് ഈ ഗാർഡനൊക്കെ ചെയ്തു വെച്ചതൊന്ന് നോക്കിക്കാണേ. നല്ല ഭംഗിയുണ്ട്. അപ്പം വയനാട്ടിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരാപ്പുഴ ഡാം.